എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. എമ്പുരാൻ സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇതുവരെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അതായിരുന്നു. എന്തത് പിന്നെ അടിയിലൂടെ ഞാൻ എന്തെങ്കിലും വാ തുറന്നാൽ മതി, BGM കുത്തിക്കയറ്റും. അത് ഇടുന്നതാണെങ്കിലോ ഭീകര സാധനങ്ങൾ, പിന്നെ അല്ല മുഖമായിട്ട് ചേരൂല. അയ്യോ. ഓക്കെ, കാര്യത്തിലേക്ക് വരാം. അത് എമ്പുരാൻ സിനിമയുടെ 36 കഥാപാത്രങ്ങൾ ഇന്ന് മുതൽ 10 മണി പിന്നെ 6 മണി അല്ലേ, അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ വന്നുകൊണ്ടിരിക്കും. 18 ദിവസം കൊണ്ട് 36 മുഖങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരും. 18 പർവ്വം. അപ്പോൾ പോസ്റ്റർ അല്ല വന്നിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഒരു പോസ്റ്റർ ആയിരുന്നു, പക്ഷേ പോസ്റ്റർ അല്ല, ക്യാരക്ടർ പോസ്റ്റേഴ്സ് ആണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള സാധനങ്ങൾ തന്നിട്ടുള്ളത്. ഞെട്ടിച്ചുകൊണ്ട് ഒരു വീഡിയോ ആണ് തന്നിരിക്കുന്നത്. അത്ഭുതപ്പെടുത്തി. കാരണം ഇവര് ചെറിയ പരിപാടിക്കൊന്നും അല്ല ഇറങ്ങിയിരിക്കുന്നത്. പ്രൊമോഷൻ ഇവർ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേൾഡ് വൈഡ് കിട്ടുന്ന പ്രൊമോഷൻ അവർ കൊടുക്കുക എന്നുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കണം. അതായത് മാർച്ച് 27-നാണ് സിനിമ റിലീസിനെത്തുന്നത്. അതിന് മുൻപേ ആൾറെഡി ടീസർ ജനുവരി 25-ാം തീയതി വന്നു. 26-ാം തീയതി. അതെ, 26-ാം തീയതി. അതിനുശേഷം ഒരുപാട് ഇന്റർവ്യൂസ് നമ്മൾ പൃഥ്വിരാജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്തിനാണ് അത്രയും മുന്നേ കൊടുക്കുന്നത് എന്നുള്ളത് ചിന്തിക്കണം. പ്രൊമോഷൻ ഇതൊക്കെ ചിലർ അറിയണം, കാണേണ്ട കാര്യങ്ങളാണ്, കണ്ട് പഠിക്കേണ്ടതാണ് ഇതൊക്കെ. എന്താണെങ്കിലും ഇപ്പൊ വന്നിരിക്കുന്ന സാധനം ഒരു 1.5 ഐറ്റം വീഡിയോ ആണ്. ഓക്കെ, നമ്മുടെ ജെയ്സ് ജോസിന്റെ ക്യാരക്ടർ റിവീലിംഗ് ആണ്. 36ാമത്തെ പേഴ്സൺ. അതിൽ നിന്നാണ് കീപ്പോട്ടാട്ടോ വരുന്നത്. അതെ, നോക്കിയിരുന്നോ? ആളുടെ ക്യാരക്ടർ നെയിം സേവിയർ. അറിയാം, ലൂസിഫറിലുണ്ടായിരുന്നു സേവിയർ. അതെ. അത് അതിനേക്കാളും വലിയ കോമഡി ഉണ്ട്. അതായത് ആദ്യം എനിക്ക് തുടക്കത്തിൽ ഈ ലൂസിഫർ കാണുന്ന സമയത്ത് എപ്പോഴും ഒരേപോലെ ഉണ്ടല്ലോ, നമ്മുടെ കലാഭവൻ ഷാജോണ്ട് അതേപോലെയാണല്ലോ എന്നിങ്ങനെ തോന്നും. രണ്ടുപേർക്കും ഒരേ ലുക്കാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടോ? ചില സമയങ്ങളിൽ നന്നായിട്ട് മാച്ചിങ് ആവും. എനിക്ക് ഭയങ്കരമായിട്ട് തോന്നാറുണ്ടായിരുന്നു, അത് രണ്ടുപേരും ഒരേപോലെ ഉണ്ട്. അതായത് ഒരാളെ തട്ടിയത് നന്നായി ലൂസിഫറിൽ അല്ലേ. പക്ഷെ ചിലപ്പോ ഷാജോന്റെ സീനുകളൊക്കെ വന്നേക്കാം, പഴയത് വല്ലതും കാണിക്കുന്നുണ്ടെങ്കിൽ. അതിന് അങ്ങനെ നിൽക്കുവോ? പറയാൻ പറ്റൂല. എന്തായാലും 36 കഥാപാത്രങ്ങളെ വരുന്നുണ്ടോ നോക്കാം. 36-ൽ 1 ഷാജോൺ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ സീനുണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പൊ സീനാവേ. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വീഡിയോ കാണാം കേട്ടോ. ഹായ്, നമസ്കാരം. ഞാൻ ജെയ്സ് ജോസ്. ഓക്കെ, വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഇവിടെ ഞാൻ ഇരിക്കുന്നത്. കാരണം ലൂസിഫറിന് ശേഷം എമ്പുരാനിലും എനിക്ക് ആ സിനിമയുടെ ഒരു ഭാഗമാകാൻ പറ്റി. ഏകദേശം ഒരു 10-35 മൂവി അഭിനയിച്ചതിന് ശേഷമാണ് ഞാൻ ലൂസിഫറിൽ അഭിനയിക്കുന്നത്. പക്ഷെ ലൂസിഫറിലെ ആ ലാലേട്ടൻ്റെ കൂടെയുള്ള എൻട്രി, ഞാനും ഷാജോണും ലാലേട്ടറായിട്ട് ലെഫ്റ്റുമായിട്ട് വരുമ്പോൾ അന്ന് അത് ട്രെയിലറിലും അല്ലെങ്കിൽ പോസ്റ്ററുകളിലും നിറഞ്ഞു വന്നതോടുകൂടി എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു നടനായി ഞാൻ മാറിയത് ലൂസിഫറിലെ ആ ഒറ്റ വേഷത്തിലാണ്. അന്നോട്ട് ഇപ്പോൾ എമ്പുരാൻ്റെ ഒരു ചർച്ച വരുമ്പോൾ തൊട്ട് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എമ്പുരാനിലുണ്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ചോദ്യം അത് എൻ്റെ മനസ്സിലും അത് ദൈവമേ ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മുരളി ഗോപിയെ പോലെ ഇത്രയും പ്രഗത്ഭനായ ഒരു റൈറ്റർ എഴുതുന്ന കഥ ഇത്രയും നന്നായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, വിഷ്വലി എത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധായകൻ, ഏറ്റവും കഴിവുള്ള ഡയറക്ടർമാരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ആ സിനിമയുടെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിലും അത്രയ്ക്കും അവരുടെ ഉള്ളിൽ ആ പടമുണ്ട്, സിനിമയുണ്ടെന്ന് നമുക്ക് ഓരോ ഷോട്ട് എടുക്കുമ്പോഴും വളരെ കുറച്ച് സീനുകളിൽ എനിക്ക് അത് പടത്തിലെത്താൻ ഭാഗമായി പറ്റിയിട്ടുള്ളെങ്കിലും എനിക്ക് ഷൂട്ടില്ലെങ്കിലും ഞാൻ വളരെ അത്ഭുതത്തോടെ അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ ഞാനിങ്ങനെ നോക്കി മാറിയിരുന്ന്, അവർക്ക് ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ മാറിയിരുന്ന് കണ്ടോണ്ടിരിക്കുമായിരുന്നു. ഓരോ സീക്വൻസ് എടുക്കുന്നത് എനിക്ക് ഇങ്ങനെ ലാലേട്ടൻ്റെ ആ കാറും ലാലേട്ടൻ ലൂസിഫറിൽ ഉപയോഗിച്ച കാറ് വരുമ്പോൾ തന്നെ ഉള്ളിൽ ലാലേട്ടൻ വരുന്ന ആ ഫീല് നമുക്ക് കിട്ടും. ലാലേട്ടൻ്റെ മുഖം കാണുന്ന പോലെ, ലാലേട്ടൻ വരുന്ന പോലെ തോന്നുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ഒരു മൂവ്മെന്റ് വരെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്കും അദ്ദേഹത്തിന് മനസ്സിലാ സിനിമയുണ്ട്. എന്തായാലും ഇതൊരു നമ്മൾക്ക് എല്ലാവർക്കും അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ കണ്ടിറങ്ങാൻ പറ്റുന്ന ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും എമ്പുരാൻ എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോ നമ്മൾ മാർച്ച് 27 തിയേറ്ററിലെത്തുന്നു.
എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. ഉറപ്പല്ലേ? 27-ാം തീയതി ആകാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ തലേ ദിവസം തന്നെ ഉണ്ടാവും തിയേറ്ററിൽ. അതാ ആഘോഷമാണ്, ആഘോഷം, മോനെ. ഉത്സവല്ലേ. ഫാൻ ഷോ എപ്പോഴാ തുടങ്ങുന്നത് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അടുത്ത ആഴ്ച അവരുടെ എന്തോ മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ടൈം പുറത്ത് വരിക എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. യെസ്, എന്തായാലും വീഡിയോ തന്ന് ഞെട്ടിച്ചു. അയ്യോ, വീഡിയോയുടെ തുടക്കം അത് എടുത്തു പറയേണ്ട സംഭവമാണ്. അതായത് ഇലുമിനാറ്റി വേൾഡിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. അതിലെ 36-ാമത്തെ കഥാപാത്രമായിട്ട് സേവിയർ നമ്മുടെ മുന്നിലേക്ക് എത്തി. ജെയ്സ് ജോസ്. യെസ്, ആളെ നമ്മള് ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷാജോണും ആളും വലതും ഇടത്തുമായിട്ടാണ് ലാലേട്ടന്റെ ആ നടന്നു വരുന്ന സീനിലുള്ളത്. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഇപ്പൊ ആള് തന്നെ അത് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും വലതും ഇടത്തും നടന്നു വന്നുകൊണ്ടിരുന്ന ആ ഒരു ഒന്നിനെ തീർത്തു. ഒന്ന് പോയി. പുകഞ്ഞാൽ ആ കൊള്ളി പുറത്താണ്. പിന്നെ ഈ കൊള്ളി പുകയോ എന്നുള്ളത് നോക്കാം. ഇത് പുകയാൻ ചാൻസ് ഇല്ല. കാരണം അങ്ങനെയാണ് ലൂസിഫറിൽ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കിയായിട്ട് തന്നെ ആയിരിക്കും. അതായത് നാട്ടിൽ വന്ന് സ്റ്റീഫൻ ആകുന്ന സമയത്ത് ആളുണ്ടാവും കൂടെ. അപ്പൊ ഇപ്പുറത്ത് എപ്പോഴും ഉണ്ടാവുക. ഇങ്ങൾക്ക് ആര് പോയാലും 5 എണ്ണം പിറകുണ്ടാവും പറഞ്ഞ പോലെ ഹിറ്റ്ലറിൽ ഒന്ന് പോയാലും അപ്പുറത്ത് വേറെ ആള് വരും. പിന്നെ തീർച്ചയായിട്ടും അത് നമുക്ക് ലൂസിഫറിൽ തന്നെ കണ്ടുവച്ചതാണ്. ബൈജു ആ സ്ഥാനത്തോട്ട് ബൈജു എത്തും. അത്ര തന്നെ സ്വഭാവം കാണിച്ചാൽ, അതായത് വൃത്തികെട്ട എന്തെങ്കിലും സ്വഭാവം കാണിച്ചാൽ ഒരു മര്യാദക്ക് വേണ്ടതെന്ന് വെച്ചിട്ട് ഒരു വെടി ഉണ്ടാവും അല്ലേ? അത് ആരാ എന്താന്നുള്ള നോട്ടൊന്നും ഉണ്ടാവില്ല, തന്നിരിക്കും. അല്ല, പറയാൻ പറ്റില്ല. ഷെയ്ഡ് ഇങ്ങനെ മാറ്റിയേക്കാം. പറയാൻ പറ്റില്ല. ഏത് രീതി രാഷ്ട്രീയമാണല്ലോ, പൊളിറ്റിക്സിൽ എന്തായാലും ചതി എപ്പോഴും ഉണ്ടാവാം. പിന്നെ ഏത് രീതിയിലാണ് ഇനി ഗോപി എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിനകത്ത് ഇനി ഏതൊക്കെ ക്യാരക്ടേഴ്സ് വരാനുണ്ടെന്ന് പോലും. എന്തിന് ഈ ടോബിനോയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടറിനെ പോലും സംശയിക്കുന്നുണ്ട് ഇപ്പൊ പല. പിന്നെ പല ആൾക്കാരും അത് തന്നെ വിചാരിക്കുന്നുണ്ട്. പറയുമ്പോ ബ്രദർഹുഡിന്റെ ഇതൊക്കെ വെച്ചിട്ട് ഇറക്കി വിട്ട പോസ്റ്ററാണ്, എന്നിട്ട് പോലും വില്ലനല്ലേ ഇത് എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, വേണ്ട, മതി, നിർത്തിയേക്കാം. കാത്തിരിക്കുന്നതിന് ഇങ്ങനെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഇതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇന്ന് വൈകുന്നേരം ഒരു വീഡിയോ ഉണ്ട്. വീഡിയോ ആയിരിക്കും കേട്ടോ, എന്തായാലും എല്ലാം ഇവര് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. ഈ 36 വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ആരാണ് അവലെ ഇനി അടുത്തത് ആരാന്ന് ഒരു ഐഡിയ ഇല്ല. എന്താണെങ്കിലും അടുത്ത ആളെയും നാളത്തെ രാവിലത്തെ ആളെയും കൂടി ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാം. ഇനി അങ്ങനെയാണ് വീഡിയോ ചെയ്യട്ടോ. ഒരു വീഡിയോ ഡെയിലി. അത് ഈ വരുന്ന 2 ക്യാരക്ടേഴ്സിന്റെ. അപ്പൊ എന്തായാലും ഇത് പിന്നെ തുടക്കായതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു. അല്ല, സംഭവം വരുന്നത് ഒരിക്കലും ഓർത്തിട്ടില്ല. അതാണ് വേറെ സത്യം. ക്യാരക്ടർ പോസ്റ്റേഴ്സ് ആയിരിക്കും സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ കണ്ടിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു സാധനമായിരിക്കും എന്നാണ് വിചാരിച്ചത്. വീഡിയോ ആയിട്ട് വന്നപ്പോ ഞെട്ടിപ്പോയി. ആ ഒരു ഞെട്ടല്. അതെ, ആൺകുട്ടികൾക്ക് പൈസ ഇറക്കാനും അറിയാം, വാങ്ങാനും അറിയാം, ആ പൈസക്ക് പ്രൊമോഷൻ ചെയ്യാനും അറിയാം. അത് മാത്രമല്ല, പൈസ ഇറക്കാനും അറിയാം, പ്രൊമോഷൻ ചെയ്യാനും അറിയാം, തിരിച്ച് എടുക്കാനും അറിയാം. അതും പറയണം. അത് ഒരിക്കലും ഇല്ല. അത് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചോ. ഇതിന്റെ കാര്യത്തിലാ പറഞ്ഞത്. ഞാനതല്ല പറഞ്ഞു, ഞാൻ ടോട്ടലി ടോട്ടലി പൈസ ഇറക്കുന്നുണ്ട്, പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ തിരിച്ചെടുക്കുന്നില്ല. അയ്യോ, ഒരു പോക്കാണ് പോകുന്നത്. എല്ലാത്തിന്റെയും കാര്യത്തിൽ അങ്ങനെയല്ല, ഇതിന്റെ കാര്യത്തിലാട്ടോ ഞാൻ പറഞ്ഞത്. അത് നമ്മളൊരു ബ്ലഡി കോൺഫിഡൻസ് കൊണ്ട് പറയുന്ന സംഭവമാണ് ഇതിന്റെ കാര്യത്തില്. ഇതിന്റെ കാര്യത്തിൽ നമ്മളത് തിരിച്ചെടുക്കും, അത്രേ ഉള്ളൂ. പക്ഷെ എല്ലാം അങ്ങനെയാന്ന് ഞാൻ പറയില്ല ഒരിക്കലും. ഓരോരുത്തരും ഇന്ന് കരയുന്ന കരച്ചില് കാണണം. കാരണം വാലിബനും ബാറോസും ആണ്, അതായത് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാക്കിയ സിനിമ. അതാണ്. അപ്പോൾ ഇനി അങ്ങനെ സംഭവിക്കൂല കേട്ടോ. അതൊക്കെ ഇനി അതിന് സംഭവിച്ച എല്ലാ നഷ്ടവും നമുക്ക് ഇതിലങ്ങ് എടുക്കാം. ആ ചാപ്റ്ററൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനി അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇനി അങ്ങോട്ടുള്ളത് അല്ല, ചിന്തിക്കുന്നവർക്ക് നമുക്ക് നിന്നെടുത്ത് കൊടുക്കാം. പിന്നെ തീർച്ചയായിട്ടും അതിന്റെ ബാധ്യതകൾ നമ്മൾ നിന്നെടുത്ത് കൊടുക്കും. ഇവിടെ ഇങ്ങോട്ട് കയറുകയല്ലേ 300 കോടി 400 കോടി. മലയാള സിനിമയൊക്കെ 300 കോടിയൊക്കെ അടിച്ചാലുള്ള അവസ്ഥ ആലോചിച്ചു. എന്താണെങ്കിലും പോവാം. ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റു വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.